അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യന് 4 കണ്ണുകളുണ്ട് എന്നാണ് പണ്ഡിത ലോകം വിവരിച്ചത്. ഒന്ന് ബാഹ്യമായി നമുക്കെല്ലാവർക്കും അറിയുന്ന, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കാണുന്ന നമ്മുടെ 2 കണ്ണുകൾ. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിന് 2 കണ്ണുകളുണ്ട്. ആ കണ്ണുകൾക്ക് പ്രകാശം ലഭിക്കേണ്ടതുണ്ട്. ഒരു ഇരുളിൽ അകപ്പെട്ടു പോയാൽ നമ്മുടെ നേത്രങ്ങൾ കൊണ്ടൊന്നും കാണാൻ നമുക്ക് സാധ്യമല്ല. കടലിനടിയിലെ ഇരുളിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞുവല്ലോ, കഠിനമായ ഇരുളിൽ സ്വന്തം കൈ പുറത്തെടുത്ത് നോക്കിയാൽ പോലും അവർക്ക് കാണാൻ കഴിയില്ല എന്ന്. വെളിച്ചമില്ലാത്തടത്ത് നമ്മുടെ ഭൗതികമായ 2 കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാവില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളും. ആ ഹൃദയത്തിലെ കണ്ണുകൾക്കും പ്രകാശം ആവശ്യമാണ് കാണാൻ. ആ പ്രകാശം ഒരു വിളക്കായി ഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. ആ ഹൃദയത്തിലെ വിളക്കിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ അള്ളാഹു വിശദീകരിച്ചത്. മത്തലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ വിവരിച്ച ആ പ്രകാശം, ആ വിളക്ക്, അത് ഹൃദയത്തിൽ പ്രകാശിക്കേണ്ട വിളക്കാണ്. ആ വിളക്കിൽ എണ്ണയുണ്ടാകണം. ആ എണ്ണക്കും പ്രകാശമുണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞു. അത് അള്ളാഹുവിൽ നിന്ന് നൽകപ്പെടുന്ന ഹിദായത്തിൻ്റെ എണ്ണയൊഴിച്ച് കത്തിക്കുന്ന വിളക്കാണെങ്കിൽ ആ എണ്ണക്ക് പോലും യുളി എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് പ്രകാശിക്കും. എണ്ണയും പ്രകാശിക്കും, ആ വിളക്കും പ്രകാശിക്കും. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനു മേൽ പ്രകാശം എന്ന് അള്ളാഹു വിശദീകരിച്ചത് ഹൃദയത്തിൽ കത്തുന്ന വിളക്കിനെ സംബന്ധിച്ചാണ്. ആ വിളക്ക് നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ വിളക്കാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ എന്ന വിളക്ക് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉൾക്കണ്ണ് നന്മകളെ തിരിച്ചറിയും, തിന്മകളെയും തിരിച്ചറിയും. നന്മകളെ പുൽകുകയും തിന്മകളെ അവഗണിക്കുകയും ചെയ്യും. അങ്ങനെ നല്ല മനുഷ്യരായി സ്വർഗീയമായ രാജകീയമായ സിറാത്തുൽ മുസ്തഖീം, നേരിൻ്റെ വഴി കണ്ടവർ നടന്നു പോകും. ആ യാത്ര അവസാനിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹസമ്പൂർണമായ സ്വർഗത്തിലായിരിക്കും. ആ വഴിയിൽ നടക്കാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ വഴി കാണാൻ ഹൃദയത്തിൽ ആ വിളക്കിനെ നാം പ്രകാശിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.